അസുഖബാധിതയായി കിടപ്പിലായപ്പോഴും തന്നെ കാണാൻ വളർത്തുമകനായ കിച്ചു എത്തിയില്ലെന്ന വേദന സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയാണ് രേണു സുധി. ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന താൻ മനക്കരുത്തുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് രേണു പറയുന്നുണ്ട്. തന്റെ രോഗാവസ്ഥയ്ക്ക് ശേഷം മകൻ ഋതുലിന്റെ മുഖത്തെ ചിരി പോലും മാഞ്ഞുപോയെന്നും അത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെന്നും രേണു പറഞ്ഞു. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയില്ല. 11 വയസ്സ് തൊട്ട് നോക്കിയൊരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാനിത് പറഞ്ഞാൽ വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല. ക്ഷമിക്കുക, ആരും വിവാദമാക്കരുത്. എൻ്റെ റിധപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് പേര് എന്നോട് കിച്ചു വന്നോന്ന് ചോദിച്ചു. ഇല്ല, വന്നിട്ടില്ല. വന്നു എന്നത് വ്യാജ വാർത്തയായിരുന്നു. എന്തോ ആകട്ടെ, കിടക്കയിൽ കിടക്കുമ്പോൾ ഒന്ന് വന്ന് കാണാൻ ആർക്കാണേലും ആഗ്രഹം കാണില്ലേ? എത്രയോ പേർ എന്നെ കാണാൻ വരുന്നു. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ മാസ്ക് ഒക്കെ വച്ച് വാതിലിലാണ് അവർ വന്ന് കണ്ടിട്ട് പോകുന്നത്. ഒത്തിരി കൈത്താങ്ങലുകളുണ്ട്. ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതിനിടയിൽ വാശി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് ഒന്നും പറയാനില്ല എന്നായിരുന്നു രേണു സുധിയുടെ വാക്കുകൾ. യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു രേണുവിന്റെ പ്രതികരണം.